നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് സാത്താനാൽ മുളയെടുക്കുന്ന 10 പാപങ്ങളെക്കുറിച്ചാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണെന്ന് കൃത്യമായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വചനങ്ങൾ എടുത്താൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവര്, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവര് പാപം ചെയ്യത്തില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മളെ പാപത്തിലേക്ക് തള്ളിവിടുന്നത് അതിന്റെ പിന്നിൽ പിശാചിന്റെ ഒരു പ്രവർത്തനമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 2 സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒരു സ്ത്രീ പറഞ്ഞത്, ഞാൻ പോകാത്ത സ്ഥലങ്ങളോ ഞാൻ സ്വീകരിക്കാത്ത പ്രാർത്ഥനകളോ ഇല്ല. പല വൈദികരുടെ അടുത്ത് ഞാൻ പോയിട്ട് പ്രാർത്ഥന സ്വീകരിക്കാൻ, വിടുതൽ പ്രാർത്ഥന, എനിക്ക് മാത്രം ഒരു വിടുതൽ വരാത്തതാണ്. അവർ പറഞ്ഞത് ഇപ്പോഴും എന്നെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുക. ഇനി ശരിക്കുള്ളതാണോ അവരുടെ തോന്നലാണോ നമുക്കറിയില്ല. ഞാൻ അവരോട് പറഞ്ഞത്, ശരിക്കുള്ള ഒരു ബന്ധനമാണെങ്കിൽ ഒരു പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ബന്ധനം അഴിയണം. മറ്റൊരു വ്യക്തിയുടെ ഒരു അനുഭവം പങ്കുവെച്ചത്, പറഞ്ഞ അച്ഛൻ, ഞാൻ ചിലപ്പോഴൊക്കെ ഈ നിത്യാരാധന കപ്പേള, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പ്രാർത്ഥിക്കാൻ വരും. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ, എനിക്ക് ചിലപ്പോൾ പള്ളിയിൽ കയറാൻ പോലും പറ്റുന്നത്, എന്തോ ഒരു അദൃശ്യ ശക്തി എന്നെ ഉന്തി മാറ്റുന്നത് പോലെ. നമുക്കറിയാം, ഇങ്ങനെ ഒരു സംഭവം ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിനുണ്ടായി. അവള് പാപത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ആ സാഹചര്യത്തിൽ ഒരു ആലയത്തിലേക്ക് കയറാൻ നോക്കിയപ്പോൾ അവൾക്ക് കയറാൻ പറ്റിയില്ല. ബാക്കി അവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കയറിപ്പോയി. പല പ്രാവശ്യം നോക്കിയിട്ട് അവൾക്ക് പള്ളിയിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവളുടെ പാപം മൂലമാണ്. അവൾ അവിടെ കുത്തിയിരുന്ന് കരഞ്ഞു. കുറേ കഴിഞ്ഞ് എഴുന്നേറ്റു. കരച്ചിലെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവളൊന്ന് ട്രൈ ചെയ്തു, പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അകത്തോട്ട് കയറാൻ നോക്കി. ഒരു കുഴപ്പമില്ലാതെ കയറാൻ പറ്റും. അവൾക്ക് മനസ്സിലായി, എൻ്റെ പാപം മൂലമാണ് എനിക്ക് ഈ ആലയത്തിൽ കയറാൻ പറ്റാതെ പോയത്. ഒരു തീരുമാനം അവിടെ വെച്ചെടുത്തു. ശേഷിച്ച എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി. ശേഷിച്ച അവളുടെ ജീവിതം അവൾ സ്പെൻഡ് ചെയ്തത്, ചെലവഴിച്ചത് ഈജിപ്തിലെ മരുഭൂമിയിലാണ്. വിവസ്ത്രയായിട്ട് അതിലെ നടന്ന്, എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിൽ അവൾ ഏറ്റെടുത്ത പാപസുഖത്തിന് ഒരു പരിഹാരം എന്നോണം അവളുടെ ശേഷിച്ച ജീവിതം ത്യാഗോജ്വലമായിട്ട് അവൾ ചെലവഴിച്ചു. നമുക്ക് ഈ കാര്യങ്ങളെ ഇവിടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സാത്താനാൽ മുളയെടുക്കാവുന്ന 10 പാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. പാപം ചെയ്ത മാലാഖമാർക്ക് പോലും തക്കതായ ശിക്ഷ കിട്ടി എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ കാണുന്നത് 2 പത്രോസ് 2-ാം അധ്യായം 4-ാമത്തെ വചനത്തിലാണ്. പാപം ചെയ്ത മാലാഖയെ പോലും ദൈവം വെറുതെ വിട്ടില്ല. മാലാഖമാരുടെ പാപം നമുക്കറിയാം, അഹങ്കാരമാണ്. അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപം എന്ന് പറയുന്നത് അഹങ്കാരം. ഇനി അഹങ്കാരം നമ്മെ എത്ര വലിയ തകർച്ചയിലേക്ക് നയിക്കാം എന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ്, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ്. സാത്താൻ മൂലം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പാപം നമ്മുടെ ജീവിതത്തിൽ മുളയെടുക്കുക. ഉൽപ്പത്തി 3-ാം അധ്യായം ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ചതല്ലേ? പാപം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. അവർ ആ പ്രേരണയിൽ വീണുപോയി. ഇനി അതുമൂലം അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടത, നഷ്ടം വളരെ വലുതാണ് എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. റോമാലേഖനം 7-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തൊരു ദുർഭകനായ മനുഷ്യൻ. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് പറ്റുന്നില്ല, തിന്മ ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും അത് ചെയ്തു പോവുകയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ചോദിക്കുന്ന പൗലോസിനെ കാണാൻ പറ്റും. 2-ാമത്തെ കാര്യമാണ് അഹങ്കാരത്തിന് പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ്. അഹങ്കാരം നമ്മെ വിട്ടുപോകണമെങ്കിൽ ഈ ദുരാത്മാവിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ പറ്റണം. അശുദ്ധാരൂപിയുടെ പിടിയിൽ അമർന്നിരിക്കുന്നിടത്തോളം കാലം അഹങ്കാരം നമ്മളിൽ വേര് ഉറച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. പ്രഭാഷകൻ 10:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരം കയറി കഴിയുമ്പോഴാണ് ദൈവാശ്രയത്വം കുറയുന്നത്. പ്രാർത്ഥിക്കണമെന്നില്ല, എനിക്ക് ദൈവം വേണമെന്നില്ല, കൂദാശകൾ വേണമെന്നില്ല, അതെല്ലാം അഹങ്കാരത്തിന്റെ ഒരു സൂചനയായിരിക്കാം. സങ്കീർത്തനം 14:1 വായിച്ചാൽ ദൈവനിഷേധം അഹങ്കാരത്തിന്റെ ഒരു സൂചനയാണ്. ദൈവമില്ല എന്ന് മൂഢൻ പറയുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് അഹങ്കാരമാണ്. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം, അതുപോലെ തന്നെ 2 മക്കബായർ 15-ാം അധ്യായം, അവിടെയെല്ലാം ദൈവദൂഷണം പറയുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നിക്കാനോർ ദൈവദൂഷണം പറഞ്ഞവനാണ്, അവൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. സന്നക്കെരിബ് ദൈവദൂഷണം പറഞ്ഞവനാണ്, അവൻ്റെയും ശിരസ് ഛേദിക്കപ്പെട്ടു. അഹങ്കാരം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് ദൈവദൂഷണം പോലും മനുഷ്യൻ പറഞ്ഞു പോകുന്നത്. 3-ാമത്തെ ഒരു കാര്യമാണ് അസൂയ ജനിപ്പിക്കുന്ന ദുരാത്മാവ്. നമ്മൾ കാണുന്നുണ്ട് അസൂയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം 2-ാം അധ്യായം 23-ാമത്തെ വചനം, അതുപോലെ 1 സാമുവേൽ 18-ാം അധ്യായം 6-ാമത്തെ വചനം. അവിടെയെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് അസൂയ നമ്മുടെ പിടികൂടി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് ഉയർച്ച വരുമ്പോൾ നമ്മുടെ മനസ്സിനെയും അസൂയ അസ്ഥികളെപ്പോലും ജീർണിപ്പിക്കുന്നതാണെന്ന് സുഭാഷിതങ്ങൾ 14:30 വചനം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. പറയുന്നുണ്ട്, ഈ അസൂയ എങ്ങനെയെങ്കിലും നമ്മളിൽ ജനിപ്പിക്കാൻ സാത്താൻ പരിശ്രമിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മറ്റൊന്നാണ്
നുണ പറയാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ്, അത് നമ്മൾ കാണുന്നുണ്ട്. നുണയുടെ ദുരാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 8:44. നുണയനും നുണ പറയുന്നവരുടെ പിതാവുമാണ് സാത്താൻ. 2 ദിനവൃത്താന്തം 18, 21, 22 വചനങ്ങൾ വായിക്കുമ്പോൾ നുണയുടെ ദുരാത്മാവ് പ്രവാചകന്മാരുടെ അധരത്തിൽ പോലും കുടിയിരുന്ന് അവരെ വഴിതെറ്റിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 5-ാമത്തേതാണ് കോപം ജനിപ്പിക്കുന്ന ദുരാത്മാവ്. വെളിപാട് 12 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് അരിശം, കോപം പൂണ്ട ദുരാത്മാവ്. ഇനി ആ ദുരാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്കാണേലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുവാനും നമ്മുടെ വികാരങ്ങളെ വികൃതമാക്കാൻ അവൻ പരിശ്രമിക്കും. പ്രഭാഷകൻ 1:22 പറയുന്നുണ്ട്, അനീതിയായ കോപം നാശം വിതയ്ക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മളെ കിട്ടിയാൽ നമ്മുടെ ജീവിതം നശിച്ചുകൊള്ളും എന്ന് സാത്താൻ അറിയാം. മറ്റൊന്നാണ് വെല്ലുവിളിക്കുകയും വെല്ലുവിളിപ്പിക്കുകയും ചെയ്യുന്ന ദുരാത്മാവ്. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മത്തായി 4:4 യേശുവിനെ വെല്ലുവിളിക്കുന്ന ദുരാത്മാവ്, നീ ശരിക്കും ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് കൽപ്പിച്ച് അത് അപ്പമാക്കുക എന്ന് വെല്ലുവിളിക്കുന്ന സാത്താനെ കാണാൻ പറ്റും. 27-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജനം പരിഹസിച്ചുകൊണ്ട് കുരിശെ കടന്ന കർത്താവിനെ പരിഹസിച്ച് സംസാരിക്കുന്നത്. ആ ദേവാലയം നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ടൊക്കെ അവൻ പണിയും എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് കണ്ടില്ലേ, നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, താഴേക്ക് ഇറങ്ങി വരിക എന്നെല്ലാം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. 7-ാമത്തേതാണ് അടിമത്തം ജനിപ്പിക്കുന്ന ദുരാത്മാവ്. 2 തീമോത്തി 2-ാം അധ്യായം 26-ാമത്തെ വചനം. അതുപോലെ വെളിപാട് പുസ്തകം 2:10 അവിടെയെല്ലാം സാത്താൻ ദൈവമക്കളെ തടങ്കലിൽ ഇടുന്ന, അതിന് പരിശ്രമം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവൻ ജനിപ്പിക്കുന്ന ഒന്നാണ് അടിമത്തം എന്നുള്ളത് നാം തിരിച്ചറിയണം. 8-ാമത്തെ കാര്യമാണ് ഭിന്നത ജനിപ്പിക്കുന്ന ദുരാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ പോളിസി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിക്കുക, ഭരിക്കുക. പരിശുദ്ധാത്മാവാണ് ഒന്നിപ്പിക്കുന്നത്, സാത്താൻ ഭിന്നിപ്പിക്കും. സുഭാഷിതങ്ങൾ 6:19 അത് നമ്മൾ കാണുന്നുള്ളത് മ്ലേച്ഛതയായിട്ടാണ് വചനം എടുത്തു കാണിക്കുക. 9-ാമത്തേതാണ് കലഹപ്രിയം. ദൈവമക്കൾ കലഹപ്രിയരാകരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. 2 തീമോത്തി 2-ാം അധ്യായം 24-ാമത്തെ വചനം. വെറുതെ ഇങ്ങനെ കലഹപ്രിയം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കി നടക്കുന്ന, വഴക്കാളികളായിട്ട് നടക്കുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെന്ന് വരും. അതിൻ്റെ പിന്നിൽ ഈ ദുരാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകാം. അവസാനത്തേതാണ് പ്രാർത്ഥനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ദുരാത്മാവ്. 1 പത്രോസ് 3-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് തടസ്സമാകാവുന്ന കാര്യം. എഫേസസ് 6:10-ാമത്തെ വചനം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കയറിപ്പറ്റാൻ നോക്കുന്നവനാണ് ഈ ദുരാത്മാവ് എന്നവിടെയും പറഞ്ഞിട്ടുണ്ട്. ഈ 10 കാര്യങ്ങൾ സാത്താൻ നമ്മളിൽ ജനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമുക്ക് അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയാം. സാത്താൻ പൂജ പോലുള്ള ദുരാചാരങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിനായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.